ഇന്ന് ഞാൻ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് വന്നു നടക്കുന്നത്. മൂത്ത ബ്രദറിൻ്റെ വീട് തൃശ്ശൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉള്ളിൽ വെളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. അപ്പോൾ ആക്ച്വലി ഞങ്ങളുടെ വീട് ഔറംഗാബാദിലാണ്. പക്ഷെ നാട്ടിലെല്ലാവരും വന്നിട്ട് കൂടുമ്പോൾ ഒരു വീട് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവർ വെളപ്പായയിൽ ഒരു വീട് മേടിച്ചിട്ട് 4 വർഷമൊക്കെ ആയി. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ആണ് കൂടാറ്. നല്ല അടിപൊളി. എപ്പോഴൊക്കെ അവർ നാട്ടിലേക്ക് ചൈനയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ആഘോഷമാണ്. വല്ല ഓണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാമിലിയും ഗെറ്റ് ടുഗെദർ ഒക്കെ പോലെ അതേമാതിരി ഒരു സദ്യയാണ്. എപ്പോൾ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പം സദ്യ ആണ്. വീട് നല്ല ബ്യൂട്ടിഫുൾ വീടാണ്. അപ്പോൾ അതേ സദ്യക്ക് എല്ലാവരും ഉണ്ട്. ബ്രദറിന് ഫുള്ള് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിലത്തെ ട്രഡീഷണൽ വാല്യൂ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇലയിൽ തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ഇലയൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് ഇലയൊക്കെ കഴുകുകയാണ്. എത്ര ക്ലീൻ ചെയ്താലും മതിയാവില്ല. അപ്പോൾ വേഗം ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും മുന്നിലുണ്ട്. അതാണ് ഞങ്ങൾക്കൊക്കെ റോൾ മോഡൽ. ഞങ്ങളും അതുപോലെയാണ്. എപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം തന്നെ ചെയ്യുക. അപ്പോൾ അവർ വീട് മേടിക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ചെടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെവിടെ പോയി കഴിഞ്ഞാലും നല്ലൊരു ഗാർഡൻ ആക്കി വിട്ടും. ഇപ്പോൾ അത് കണ്ടില്ലേ, എല്ലായിടത്തും ഗ്രീനി ആക്കി വെച്ചു. കാരണം എന്ന് വെച്ചാൽ അവർ താമസിക്കുന്നത് ചൈനയാണ്. ഞാൻ ചൈനയിലത്തെ കുറേ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലായിടത്തും ഗാർഡനാണ്. അപ്പോൾ 20 വർഷമായി ബ്രദർ അവിടെ ആയിട്ട്. അവൻ പറയണത് നമ്മൾ എവിടെയാണെന്ന് വെച്ചാലും നമുക്ക് അത് പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും മണി പ്ലാന്റൊക്കെ വെച്ച് ഒരു ചെറിയൊരു ബോട്ടലിൽ പോലും ഒരു ഇല പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവും. അപ്പോൾ ചൈനീസുകാർ പറയണത് മണി പ്ലാന്റ് വളരുന്നിടത്തൊക്കെ മണി ഇഷ്ടം മാതിരി ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഈ മണി പ്ലാന്റ് കണ്ടേ, ഒരു കുപ്പിയിൽ ഒരു ഇല വെച്ചിട്ടുള്ളൂ, അതിന് വേര് പിടിച്ചു കൊടുക്കണം. ഇതെല്ലാം നമുക്കൊരു ഇൻസ്പിറേഷനാണ്. നമുക്കും ഇതുപോലെ ആവാം. എല്ലാ ചുറ്റും നല്ല രസമായിട്ടാണ് അവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അധികം സ്ഥലമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ അവർ വെച്ചതാണ് അനാറ്. അപ്പോൾ ഇതിൽ അനാറും പൂവൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഈ മാവൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് ഉണങ്ങിയ ഒരു സ്ഥലമായിരുന്നു. എന്നിട്ട് അതിൽ മാവ് പിടിപ്പിച്ചു, മുരിങ്ങ കൊമ്പ് വെച്ചു, ഓമക്കായ, അങ്ങനെ എല്ലാം ഗ്രീനിയാണ്. എല്ലാ സാധനവും ഒരു യുണീക്കാണ്. കണ്ട, ഈ ബൾബ് കാണുമ്പോൾ ഒരു നല്ല ഭംഗിയല്ലേ. അപ്പോൾ എന്ത് കണ്ടാലും ഇത് എവിടുന്ന് വാങ്ങിച്ചു, എത്ര രൂപയായി എന്ന് എല്ലാവരും ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഐറ്റം മേടിക്കുക. ഇത് നമ്മുടെ ചൈന അമ്മായി എന്നാണ് എൻ്റെ മക്കളെല്ലാവരും വിളിക്കുക. ഇത് ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ വെൽക്കം ചെയ്യണു. ഇതെല്ലാം അവർ ചൈനയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഓരോ ഐറ്റംസാണ്. ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ ഐറ്റം മേടിക്കും. അവിടുത്തെ പ്രത്യേകത ഉള്ളത് ബുദ്ധൻ, പിന്നെ അറിയാലോ, ബുദ്ധൻ ഉള്ളിടത്തൊക്കെ കാശുണ്ടാവും. അപ്പോൾ ആന അവരുടെ പൂജാമുറിയാണ്. അപ്പം ഞാൻ വീഡിയോ പിടിക്കുക, കാരണം അത് ഡോറ് തുറന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നല്ല ദൈവവിശ്വാസി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ബ്രദറിൻ്റെ വൈഫ്. അപ്പോൾ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും നല്ല അടിപൊളി യുണീക്കായിട്ടാണ് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. കണ്ടാൽ തോന്നും നമുക്ക് പണിയെടുക്കുന്ന ആളല്ല എന്ന് തോന്നും. പക്ഷേ ഞാനിപ്പോൾ ചൈനയ്ക്ക് പോയപ്പോഴും കണ്ടു, ഞാനൊന്നും ചെയ്തിരുന്നില്ല. 1 മാസം നല്ല ഇതായിരുന്നു. എവിടെ നോക്കിയാലും ഗ്രീനി ആയിട്ട്. നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ ചെടികളാണ് വയ്ക്കുക ഗ്രീനാക്കിയിട്ട്. പക്ഷേ ഇതെല്ലാം ഒറിജിനൽ മണി പ്ലാന്റ് വയ്ക്കുകയാണ്. അത് എല്ലാം ഒരു ചെറിയൊരു തൈ വെച്ചാലും അത് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇത് അമ്മയാണ്, നമ്മുടെ ചൈന അമ്മയുടെ അമ്മയാണ്. ഈ അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് ആര് പോയാലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടേ അമ്മ വിടുള്ളൂ. അമ്മ ചാള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ എല്ലാ തരത്തിലും മീൻ കിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ചാള കിട്ടുന്നു. അത് കാരണം പിന്നെ ചാളയ്ക്ക് പിന്നെ ഒരുപാട് സുവിശേഷതകളുണ്ടല്ലോ. പച്ചക്കറികൾക്ക് പച്ചക്കറി ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നോൺ കഴിക്കുന്നവർക്ക് നോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് കാലത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സദ്യ ഉണ്ടാക്കുക. ഈ കുഞ്ഞ് കൊല കാണാനും എന്തൊരു ഭംഗിയാണ്. അതേമാതിരി അമ്മയ്ക്ക് ആര് പോയാലും ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് വിടുകയില്ല. അമ്മ കാലത്ത് ഇട്ട് കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി ഇന്ന് എന്തൊക്കെയാണോ ഓരോരുത്തർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെയാണ്. എൻ്റെ അച്ഛൻ ഇരിക്കുന്നു, കുട്ടികളൊക്കെ. ബ്രദറിൻ്റെ മോനാണ്, ലണ്ടനിലാണ് അവൻ. പിന്നെ ഇതിൻ്റെ ഡുണ്ടുമോള്, പിന്നെ മോൻ, അച്ഛൻ, രഞ്ജിത്തിൻ്റെ അച്ഛനും, പിന്നെ അവരുടെ ഒരു കസിനാണ്.
ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇന്ന് ചൈനയ്ക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്ന് കൂടി കൊടുക്കുന്നത്. രഞ്ജിത്ത്, ചൈന ബ്രദറിൻ്റെ മോളും ഹസ്ബൻഡുമാണ്. ഇവർ രണ്ടുപേരും ലണ്ടനിലാണ്. അതിൻ്റെ അടുത്ത് എൻ്റെ ഡുണ്ടുമോൾ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ ഒരു രസമായിട്ട് ഇത് മുകളിലേക്ക്, ഇതും ഒരു ഒറിജിനൽ ചെടിയാണ്. ഇത് കണ്ട എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുക്കി കൊടുക്കണം. നന്നായിട്ട് വായിക്കണ ഒരു സ്വഭാവമുണ്ട് ചൈനമ്മായിക്ക്. ഇങ്ങനെയൊക്കെയാണ് വീട്. നല്ല ഭംഗിയുള്ള വീട്. ആര് കണ്ടാലും ഈ വീട് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു. ആക്ച്വലി റെഡിമെയ്ഡ് വീടാണ് വാങ്ങിച്ചത്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഡുണ്ടുമോൾ ഞാൻ വീഡിയോ എടുക്കുന്നിടത്തൊക്കെ എൻ്റെ പിന്നാലെ ഓടി ഓടി വന്നിട്ട് നോക്കുകയാണ്, ബടി മമ്മി എന്താ ചെയ്യണേന്നും. ഇത് മുകളിൽ നിന്ന് നമുക്ക് കാണുന്ന വ്യൂ ആണ്. നമുക്ക് എന്തൊരു ഭംഗിയാണ്. എല്ലായിടത്തും ഗ്രീനി. പിന്നെ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഏരിയയാണ്. പിന്നെ ഇതൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചതാണ്. എത്ര ആൾ വന്നാലും അവിടെ നമുക്കൊരു കൺജസ്റ്റേഡും പിന്നെ അല്ലെങ്കിൽ അയ്യോ ഇവിടെ നമുക്ക് പോകണം ഇവിടുന്ന് അങ്ങനെ തോന്നില്ല. കാരണം ഭക്ഷണമായിട്ടും ശരി, അവരുടെ സൽക്കാരും അവരുടെ പെരുമാറ്റവും ഒക്കെ ആയിട്ട് ഡുണ്ടുമോൾക്ക് ഭയങ്കര ഹാപ്പിയായി മുകളിലേക്ക് കയറുക ഇറങ്ങുക അങ്ങനെയായിരുന്നു. ഇത് അവിടുന്ന് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സീനറി ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ അമ്മ. ഇത് സദ്യയൊക്കെ വിളമ്പാൻ തുടങ്ങി എല്ലാവരും. അപ്പോൾ ഇവനും ഭക്ഷണം കൊടുക്കുക. അതേമാതിരി ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പു എന്നാണ് പേര്. അപ്പു ഭംഗിയാക്കിയിട്ട് ഒണിയന് ഡെക്കറേഷൻ ചെയ്യണു. ബ്രദർ വിളമ്പണു, പിന്നെ ചൈന അമ്മായിയും വിളമ്പുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് അവരൊക്കെ വിളമ്പി ഇതെല്ലാവരെയും വിളിച്ച് ഇരുത്തി. അങ്ങനെ ഒരു നല്ല സംസാരവും അതേമാതിരി ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണാണ്ട് ആർക്കും ഭക്ഷണം ഇറങ്ങില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ടി വി വെക്കില്ല. എല്ലാവരും തമ്മിൽ സംസാരിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോഴേക്കും ഡുണ്ടുമോൾക്ക് ഞാനൊന്ന് ഭക്ഷണം കൊടുക്കാൻ നോക്കുകയാണ്. ഡുണ്ടുമോളോട് ഓരോ വർത്തമാനം പറഞ്ഞ് അതിനെ ചിരിപ്പിച്ച് ഇരിക്കുകയാണ്. അധികം പുതിയ ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കുറച്ച് നേരം നോക്കും അവരേനെയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഡുണ്ടുമോൾ സംസാരിക്കുക. അപ്പോൾ അമ്മായിക്ക് ക്ഷമയില്ല. അമ്മായി കഴിക്കാൻ തുടങ്ങി. ഈ ഒരു ഭംഗിയുള്ള സാധനങ്ങളൊക്കെ അവർ പുറത്ത് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണും. കണ്ടില്ലേ എന്താ ഇരിക്കണ ഇരിപ്പ്. ഒരാൾ ഊഞ്ഞാലിൽ കിടക്കണു, ഒരാൾ അവിടെ കിടക്കണു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ്. അങ്ങനെ പോയി കൊച്ചിയിൽ എത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ അബ്രോഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എത്തി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ മാതിരിയൊക്കെ ഞാൻ കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പിന്നെ അതുമല്ല എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ്, എങ്ങനെയായിരിക്കും ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ റാപ്പ് ചെയ്യണു. അപ്പോൾ നമുക്ക് അവർ വലിച്ചു എറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി കേടുവരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതും ഞാൻ നോക്കി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് 2-3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ എല്ലാം കറങ്ങി. അവർക്കും ഒരു പുതുമ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാ വർഷവും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി എത്തിക്കഴിഞ്ഞാൽ ഈ ആനകൾ ഒരു പ്രധാന കാഴ്ചയാണ്. പുറമേ നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഈ ആനയെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിലും ഒരുപാട് ബുക്ക് സ്റ്റോൾസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ആ ഒരു ശീലമില്ലാത്ത കാരണം ജസ്റ്റ് ഞാൻ നോക്കി പൊടി ഉണ്ടോയെന്ന് നോക്കുകയാണ്, അല്ലാണ്ട് ഈ ബുക്ക് എന്താണെന്നല്ല നോക്കണത്. അപ്പോൾ രവിക്കും ഒക്കെ വായിക്കാൻ ഭയങ്കര രജി ഇങ്ങനെ ഈ നോട്ടത്തിൽ തന്നെ ഒരു 2-3 ബുക്കിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ വായിച്ച് ആ ബുക്കൊക്കെ മനസ്സിലാക്കി. ഇപ്പം ഞാൻ ചോദിച്ചു, രജി ഇത് എന്താന്ന്, കാളിയാന്നാണ് പറഞ്ഞേ. അപ്പോൾ കാളിയുടെ പകുതിയൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് അവരെല്ലാതും, ഒരു ചെറിയ കുട്ടീനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓരോന്നും നമ്മൾ ചോദിക്കില്ലേ ഇതെന്താന്ന്, എല്ലാ കാര്യങ്ങളും അവർ 2 പേരും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അതേമാതിരി ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ മെസ്സേജ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളും അറിയണം. എല്ലാവർക്കും എല്ലാതും സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെ ഞാൻ കണ്ടു അതെല്ലാം അറിയാത്ത ആൾക്കാർക്കൊക്കെ എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട്, പിന്നെ സ്പെഷ്യലി ഞാനൊരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണ് ചെറുപ്പം മുതൽക്ക്. അപ്പോൾ ഞാൻ എല്ലാതും ചോദിക്കും, ഇത് എന്താണ് അതാണ്. അപ്പോൾ അവിടെ നമ്മൾ എയർപോർട്ടിൽ എല്ലാ സാധനത്തിനും ഇരട്ടി വിലയാണ്.
അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഓരോ കൺട്രിയിലത്തെ സ്പെഷ്യാലിറ്റി സാധനങ്ങളാണെന്നാണ് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ എത്തി. സിംഗപ്പൂരിൽ നമുക്ക് 6 മണിക്കൂറാണ് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ 6 മണിക്കൂറിൽ നമ്മൾ അവിടെ ഒരുവിധം സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഈ എല്ലായിടത്തും കുടിക്കുന്ന പല തരത്തിലുള്ള കുപ്പികൾ, അതിനൊന്നും ഒരു നാണക്കേടൊന്നുമില്ല. എല്ലായിടത്തും വെച്ചിട്ടുണ്ടാവും, എല്ലാവരും വീട്ടിലും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇതൊരു സ്കിൻ പ്രൊഡക്റ്റിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കി എന്തൊക്കെയാണ് പ്രത്യേകത എന്ന്. അപ്പോൾ നല്ല വിലയാണ്, ഇരട്ടി വിലയാണ്. എന്നാലും ആൾക്കാർ ഭംഗിക്ക് വേണ്ടിയിട്ട് മേടിക്കും. പിന്നെ ഞാൻ കണ്ടത് സിംഗപ്പൂരിൽ നമ്മളിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വെച്ചാൽ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് വേണം നമുക്ക് അടുത്ത എവിടുന്നാണ് നമ്മൾ കയറണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. പിന്നെ അതേമാതിരി നമ്മുടെ തൃശ്ശൂർ ബസ്സുകൾ നിൽക്കുന്നതാണ് ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടത്. അത്രയും ഫ്ലൈറ്റുകൾ ഞാൻ ആദ്യമായിട്ട്, കാരണം വെച്ചാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കൊച്ചി പോയി, കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിൽ 6 മണിക്കൂർ നിന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. ആ ആകാശത്തിൻ്റെ ഭംഗി, ആൾക്കാർ നിൽക്കണം, എല്ലാവരും ഫോണുള്ളവരൊക്കെ ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഫോണൊക്കെ നമുക്ക് പിന്നെയും നാട്ടിലൊക്കെ കാണാൻ പറ്റുമല്ലോ. ഈ പ്ലെയിനും പിന്നെ എവിടുത്തെ പ്ലെയിനാണ് അതിന് ഒരു ഇപ്പോൾ ഓരോ കളർ ഉണ്ടാവും, അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ യാത്ര. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് ഉണ്ടാവും. ബൈ ഗായ്സ്.